മെഡ്ജുഗോറിയയിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞ് ഉണ്ണീശോയും കയ്യിലേന്തി മെഡ്ജുഗോറിയയിലെ പ്രസവ മലമുകളിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവാണ് മെഡ്ജുഗോറിയയിലെ മാതാവ്. ഈ പ്രത്യക്ഷീകരണത്തിന് ശേഷം മെഡ്ജുഗോറിയയിലുള്ളവർ പ്രസവ മലമുകളിൽ വന്ന് മാതാവിൻ്റെ ദർശനങ്ങൾ കിട്ടിയ ഈ കുട്ടികളുമൊത്ത് ജപമാല ചൊല്ലുവാനും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒത്തിരി കൃപകൾ സ്വീകരിക്കാനും തുടങ്ങി. എങ്കിലും ഇതറിഞ്ഞ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈ കുട്ടികൾക്കെല്ലാം മാനസിക രോഗമെന്ന് മുദ്രകുത്തി അവരെ അകറ്റാൻ ശ്രമിച്ചെങ്കിലും ഈ കുട്ടികളുമൊത്ത് ജപമാല ചൊല്ലിയവർ രോഗികൾ സുഖപ്പെടുവാനും മുടന്തർ എഴുന്നേൽക്കുവാനും അന്ധർക്ക് കാഴ്ച ലഭിക്കുവാനും തുടങ്ങി. അങ്ങനെ ആയിരങ്ങളും പതിനായിരങ്ങളും മെഡ്ജുഗോറിയയിലേക്ക് തടിച്ചുകൂടുവാൻ തുടങ്ങി. എങ്കിലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മെഡ്ജുഗോറിയയിലേക്ക് വരുന്ന ആ മലമുകളിലെ എല്ലാ വഴികളും അടച്ചിടാൻ ശ്രമിച്ചു. പക്ഷേ പരിശുദ്ധ അമ്മ പ്രസവ മലമുകളിൽ സമാധാനം സമാധാനം എന്ന് മേഘങ്ങൾക്കിടയിൽ എഴുതിയിട്ടു. ഇത് ദർശിച്ചത് ആയിരങ്ങളും പതിനായിരങ്ങളുമാണ്. അങ്ങനെ മെഡ്ജുഗോറിയയിലെ മാതാവിൻ്റെ ദർശനങ്ങൾക്ക് മുമ്പിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുട്ടുകുത്തുകയും മെഡ്ജുഗോറിയ ലോകമെമ്പാടും അറിയാനും തുടങ്ങി. 1996 വത്തിക്കാൻ മെഡ്ജുഗോറിയയിലെ ദർശനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. മെഡ്ജുഗോറിയയിലെ പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.